ഹലോ ഓൾ, എല്ലാവർക്കും ZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 2026 അവസരങ്ങളുടെ വർഷമാണ് അല്ലെ. ഒരു പുതുവർഷം ആരംഭിക്കുകയാണ്. ഈ ഒരു വർഷം നിങ്ങൾ എടുക്കുന്ന തീരുമാനമാണ്, നിങ്ങൾ എടുക്കുന്ന എഫേർട്ടാണ് നാളെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാവിയെ നിർണ്ണയിക്കുന്നത്. നമ്മളിപ്പോൾ എന്താണോ ചെയ്യുന്നത് അതിന്റെ റിസൾട്ട് തന്നെ ആയിരിക്കും വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന നാളുകളിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരിക അല്ലെ. അത് ഉള്ള തന്നെ ഒരു കാര്യമാണ്. അപ്പോൾ എപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്ന പോലെ തന്നെ ബി ദ ചേഞ്ച്. അതായത് നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും ആ ഒരു ജീവിതത്തിന്റെ ചേഞ്ച്, അതായത് ഇപ്പൊ ജോലിയിലാവട്ടെ മറ്റെന്ത് കാര്യമാവട്ടെ. ഈ ഒരു വീഡിയോയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ഒരു 10th ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണോ, എന്തായാലും 10ാം ക്ലാസ് ക്വാളിഫൈഡ് ആവാത്തവരായിട്ടുള്ള ആളുകൾ ഇപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ കുറവ് തന്നെയാണ് അല്ലെ. അപ്പോൾ 10th ലെവൽ എക്സാമിന് ഇപ്പോഴും ഇതുവരെയായിട്ടും PSC എന്താന്ന് കൂടെ അറിയില്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു 10ാം ക്ലാസ് യോഗ്യത ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അതായത് അക്ഷയ സെന്ററിൽ പോയി PSC 1 ടൈം ആയിട്ട് രജിസ്റ്റർ ചെയ്ത് അതിലിപ്പോൾ നിലവിൽ നമുക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെയും അതേപോലെ തന്നെ ബേവ്കോ LDCയുടെയും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ ഉടൻ തന്നെ വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ അതിന് അപേക്ഷിക്കുക. ഓക്കെ, അതിനുശേഷം എത്രയും പെട്ടെന്ന് വേണ്ടിയിട്ട് അതിന് പഠിച്ചു തുടങ്ങുക. കാരണം നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ദിവസങ്ങൾ ഇനിയുണ്ട്. അപ്പോൾ ഒരു 10th ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്ന പരീക്ഷകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ ഡേറ്റുകളിലാണ് PSC ഈ പരീക്ഷകൾ നടത്തുന്നത് എന്നതിനെ കുറിച്ച് ഒരു വിശദമായ ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് PSC അതായത് ഒരൊറ്റ എക്സാം, ഒരൊറ്റ ലെവലായിട്ട് എക്സാം നടത്തുന്നുണ്ട്. അതായത് മെയിൻസ് മാത്രമായിട്ട് ജില്ലാതല അടിസ്ഥാനത്തിൽ ബേസ് ചെയ്തിട്ടുള്ളതിന് ഒരു ഒറ്റ എക്സാം ആയിട്ട് നടത്തുന്നുണ്ട്. അത് കൂടാതെ 2 ഘട്ട പരീക്ഷയായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, PSC പരീക്ഷ എന്ത് ചെയ്യുന്നുണ്ട്, നടത്തുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എഴുതാൻ പറ്റുന്നത് നിങ്ങളൊരു 7th ലെവൽ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട്. ഓക്കെ, അപ്പം നമുക്ക് എഴുതാൻ പറ്റുന്ന ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ് വേരിയസ് ഗവൺമെന്റ് ഓൺ കമ്പനീസ്, കോർപ്പറേഷൻസ് ആൻഡ് ബോർഡ്സിലേക്ക് 2 ഘട്ട പരീക്ഷയാണ് വരുന്നത്. അത് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലായിട്ട് ഒരു പ്രിലിംസ് എക്സാം അതിനുണ്ടാകും. അതിനുശേഷം അത് ക്വാളിഫൈഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മെയിൻ എക്സാം ഉണ്ടാകും. മെയിൻ വരുന്നത് ഒക്ടോബർ, നവംബർ, ഡിസംബർ 2026 ആണ്. അപ്പൊ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ജനുവരിയിലാണ് അല്ലെ. അപ്പോൾ ഏകദേശം ഒരു 6 മാസത്തോളം നിങ്ങൾക്ക് പ്രിലിംസിൽ പഠിക്കാനായിട്ട് സമയം കിട്ടുന്നുണ്ട്. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ വരുന്ന മറ്റൊരു എക്സാം ആണ് സ്റ്റോർമാൻ, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. അത് അപേക്ഷിച്ചിട്ടുള്ളവർക്കും സെയിം തന്നെയാണ് എക്സാം ഡേറ്റ് വരുന്നത്. ലോവർ ഡിവിഷൻ ക്ലർക്ക് പാർട്ട് 1 അത് നമ്മളുടെ ബിവറേജസ്, കേരള സ്റ്റേറ്റ് ബിവറേജസിലേക്കാണ് വരുന്നത്. ലോവർ ഡിവിഷൻ ക്ലർക്ക് പാർട്ട് 2 ബൈ ട്രാൻസ്ഫർ വരുന്നതാണ്. അത് നമുക്ക് എവിടെയാണ്, ജൂലൈ, സെപ്റ്റംബർ, അത് ബൈ ട്രാൻസ്ഫർ ആണ്. അപ്പൊ ഇതിന്റെ എല്ലാത്തിൻ്റെയും എക്സാം, അതായത് ഇതിന്റെ കൂടാതെ നമുക്കിനി അടുത്ത ഒരു എക്സാം എന്ന് പറയുന്നത് VFA ആണ്, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്. ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് മെയിൻസ് എക്സാം, ഇതിന്റെ ഒരൊറ്റ എക്സാം ആണ് നമുക്ക് വരുന്നുള്ളൂ. അത് നമുക്ക് ഇതുപോലെ തന്നെ ആ ഒരു ലാസ്റ്റിലേക്കാണ് എക്സാമിന്റെയും ഡേറ്റ്. ഏകദേശം നമുക്കൊരു 8-9 മാസത്തോളം വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിനും എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ പരീക്ഷകളിലെല്ലാം തന്നെ ഒരൊറ്റ എക്സാം ആയിരിക്കും, അതായത് പ്രിലിംസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സാം ആയിരിക്കും വരുന്നത്. അപ്പം ഈ പ്രിലിംസ് ബേസ് ചെയ്ത് ഒരൊറ്റ പഠനം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കമ്പനി ബോർഡ് LGSന്റെയും ബേവ്കോ LDCയുടെയും പരീക്ഷ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അത് കഴിഞ്ഞാലാണ് നമുക്ക് സിലബസ് വ്യത്യാസമുള്ളൂ. കമ്പനി ബോർഡ് LGS കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മെയിൻസിനാണെങ്കിലും പ്രിലിംസിനാണെങ്കിലും ഒരുപാട് വ്യത്യാസം വരുന്നില്ല. മെയിൻസിനകത്ത് നമ്മൾ പ്രിലിംസിന് പഠിക്കുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് മെയിൻസിലേക്ക് വരുമ്പോൾ അതിന് ഒരു അഡീഷണൽ ആയിട്ട് മാത്സും വർക്കൗട്ട് സെഷൻസ് കുറച്ചുകൂടി കൂടുതൽ പോകണം. ഇനി ഇതെല്ലാം തന്നെ സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നടത്തുന്ന പരീക്ഷ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ലെവൽ ഓഫ് കട്ട് ഓഫ് ഉണ്ട്. അത്യാവശ്യം നല്ല മത്സരാർത്ഥികൾ ഉള്ളത് കൊണ്ട് നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. പ്രിലിംസ് കടന്നു എന്ന് പറഞ്ഞ് ഒരിക്കലും നമുക്ക് ജോലി കിട്ടില്ല. ഓക്കെ, മാത്രമല്ല പ്രിലിംസിലെ മാർക്ക് എന്ന് പറയുന്നത്
ഒരിക്കലും നിങ്ങളുടെ മെയിൻ ലിസ്റ്റിലേക്ക് വരുമ്പോൾ നിങ്ങളെ അല്ലെങ്കിൽ അതിനെ എഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള റാങ്ക് ലിസ്റ്റ് ആയിരിക്കില്ല. പ്രിലിംസിനെ ബേസ് ചെയ്തിട്ടുള്ളതല്ല, മെയിൻസിനെ മാത്രം ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അതേപോലെ ഇത്രയും പരീക്ഷകളാണ് 2026 നിങ്ങളുടെ മുന്നിലോട്ട് കിടക്കുന്നത്. അപ്പം ഇതുവരെയായിട്ടും അപ്ലൈ ചെയ്യാത്തവരുണ്ട്, നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്കോ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് ഈ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ എല്ലാവർക്കും ഒന്ന് എത്തിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് വേവ്കോ LDC ആവട്ടെ, അതുപോലെ തന്നെ കമ്പനി ബോർഡ് LGS ആവട്ടെ, VFA, ഇതിനെല്ലാം കൂടി നമ്മൾ പ്രിലിംസും മെയിൻസും, അതായത് ഈ ഒരു കോഴ്സിൽ നമ്മൾ 10th പ്രിലിംസും കൊടുക്കുന്നുണ്ട്. PFAക്ക് വേണ്ടിയിട്ടുള്ള മെയിൻസിൻ്റെ ക്ലാസ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ടുള്ള പഠനവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ആപ്പിൽ കയറി ഇത് പർച്ചേസ് ചെയ്താലും മതിയാകും. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ 10th ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് ഇനി നമുക്ക് വരുന്നത് കമ്പനി ബോർഡ് LGSും അതുപോലെ തന്നെ ബേവ്കോം ഈ വർഷം കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമുക്ക് LGS, വേരിയസ് LDC ഒക്കെ നമുക്ക് അടുത്ത വർഷം ലാസ്റ്റാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാതെ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൺമുന്നിൽ വന്നിരിക്കുന്ന ഒരു അവസരമാണ്. അപ്പം അത് തട്ടിക്കളയാതെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജോലിയിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് പറ്റുന്നതാണ്. എപ്പോഴും നമുക്ക് ചുറ്റും നമ്മളെ താങ്ങായിട്ടും തണലായിട്ടും ഒരുപാട് ആളുകളൊന്നും ഒരിക്കലും നമ്മളുടെ കൂടെ എല്ലായ്പ്പോഴും കാണുന്നില്ല. ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിക്കുക. അതുപോലെ നമ്മളുടെ ജീവിതമാണ്, നമ്മൾ ജോലി എടുത്താൽ നമ്മളുടെ കയ്യിലേക്ക് ഒരു എമൗണ്ട് വരുമ്പോൾ, ഇവൻ ഇപ്പം വീട്ടമ്മമാരാണെങ്കിൽ അല്ലെങ്കിൽ ഇവൻ വർക്കിംഗ് വുമൻസ് ഒക്കെ പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ പോലും ഒരു സേഫ് ആയിട്ടുള്ള ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു ഗവൺമെൻറ് ജോലി വളരെ സേഫാണ്, സെക്യൂർ ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മേഖലയിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഫിനാൻഷ്യലി വളരെ സ്റ്റേബിൾ ആകും. നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചത് അല്ലെങ്കിൽ ഡിഗ്രി, PG, BTech, MTech ഒക്കെ എടുത്തിട്ട് കട്ടലിൻ്റെ അടിയിൽ അല്ലെങ്കിൽ ബെഡിൻ്റെ അടിയിൽ സർട്ടിഫിക്കറ്റ് വെക്കാനോ അല്ലെങ്കിൽ അലമാരിയിൽ വെച്ച് പൂട്ടാൻ വേണ്ടി മാത്രമല്ല, അല്ലേ? നമുക്ക് നമ്മൾ എന്താണ് ആഗ്രഹിച്ചത്, നമ്മൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ട് പഠിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യണമെങ്കിൽ, അല്ലേ, അതിൽ നമുക്ക് ഫിനാൻഷ്യലി നമ്മൾ ഡെഫിനറ്റ്ലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കണം, അല്ലേ? ഒരു വട്ടം ഹസ്ബൻഡിനോട് അല്ലെങ്കിൽ അച്ഛനോട് ചോദിച്ചാൽ നമുക്ക് തരും, അവർ എത്ര വേണമെങ്കിലും ഒരു മടി കൂടാതെ നമുക്ക് എടുത്ത് തരും. പക്ഷേ എങ്കിൽ പോലും നമുക്കൊരു സ്വന്തം കാശ് കൊണ്ട്, നമ്മൾ ഏൺ ചെയ്ത പൈസ കൊണ്ട് നമ്മളൊരു ഡ്രസ്സാണെങ്കിലും ഈവൻ ഒരു ചെറിയൊരു കമ്മലാണെങ്കിൽ പോലും നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ വളരെ വലുത് തന്നെയാണ്. പലരും പറയും എൻ്റെ ചേട്ടൻ എനിക്ക് പൈസ തരുന്നുണ്ട്, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, അതാണ് ഇതാണ്. അതൊക്കെ അവരുടെ ആ ഒരു കാഴ്ചപ്പാടാണ്. അത് അവരുടെ അങ്ങനെ വിചാരിക്കട്ടെ. ആ ഒരു കാഴ്ചപ്പാട് മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാനും അല്ലെങ്കിൽ അത് എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെയാണ്, എനിക്ക് പൈസ തരുന്നുണ്ട്, എനിക്ക് ജോലിക്ക് പോകണ്ട, അത് അവരുടെ കാഴ്ചപ്പാട്, അത് അവരങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷെ അത് മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ കളിയാക്കുമ്പോഴാണ് അത് എന്തായി മാറുന്നത്? അവർക്കെതിരെയുള്ള പ്രശ്നമായിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ജീവിതം ഒറ്റയ്ക്ക് എന്ത് വന്നാലും ഫേസ് ചെയ്യാൻ പഠിക്കുക. അപ്പോൾ ഒരു ജോലി എന്നുള്ളത് നിങ്ങളുടെ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി ആക്കി മാറ്റുക. അപ്പോൾ നമ്മളുടെ സ്റ്റഡി ഗ്രൂപ്പ് ഈ വീഡിയോയുടെ താഴെ നമ്മളുടെ ഫ്രീ ക്ലാസ് ഉണ്ട്. VFAക്കും അതുപോലെ തന്നെ ഫ്രീ നോട്ട്സ്, ഫ്രീ ക്ലാസ്സസ്, അതുപോലെ യൂട്യൂബ് സെഷൻസ്, ടെലഗ്രാം ക്ലാസ്സസ് എല്ലാം നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യുക. ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ വെച്ചോളാം. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്, ഫില്ല് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ ആൻഡ് താങ്ക് യു.